ഈ ഒരു വിഷ്വൽ കാണുമ്പോഴേ നമ്മുടെ കണ്ണൂരുകാർക്കുള്ള സ്ഥലം പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തളിപ്പറമ്പിലെ ഫേമസ് കരീംസ് തട്ടുകടയിലാണ്. ഇതിവരുടെ ഒരു പുതിയ ഔട്ട്ലെറ്റാണ് കരീം സ്റ്റോറി 1982 എന്ന് പറഞ്ഞിട്ടുള്ള. ആദ്യം തുടങ്ങിയത് ഒരു ചെറിയൊരു ഷോപ്പിലാണ്. അവിടുന്ന് ഇപ്പോൾ എക്സ്പാൻഡായി ഇവർക്ക് ഇപ്പോൾ തന്നെ തളിപ്പറമ്പിൽ തന്നെ 3 ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടുത്തെ പ്രധാന ഐറ്റം അപ്പം പൊള്ളിച്ചതും ചിക്കൻ ചുട്ടതുമാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആദ്യം ഒരു തവയെടുത്ത് ഫ്ലെയിം വെച്ചു, എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉള്ളി, കരിവേപ്പില, പച്ചമുളക് അതെല്ലാം ഇട്ടിട്ട് അവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നീട് നല്ലോണം ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇനിയാണ് ഇവരുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇതിനകത്തേക്ക് ഒരു 3 ടൈപ്പ് ഗ്രേവി ഇവർ ഒഴിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. 3 ടൈപ്പ് ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ആ ഗ്രേവി ഒന്ന് ചൂടാക്കാൻ വെക്കും. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മുട്ടയപ്പമാണ്. മുട്ടയപ്പം അവർ ഇതിനകത്തേക്ക് ഫുൾ അടുക്കി വെക്കുകയാണ്. അത് കാണാനും നല്ല രസമാണ്. അടുക്കി ഫുൾ ആ പാത്രം നിറയുന്നിടം വരെ അടുക്കി വെക്കും. ഇവിടെ വേറെ ഐറ്റംസ് എല്ലാം ഉണ്ട്, ലൈക്ക് മന്തി, ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, പൊറോട്ട, അങ്ങനത്തെ ഷവായി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് ഈ മുട്ടയപ്പം ചിക്കൻ ചുട്ടതുമാണ്. ഇതിൻ്റെ ഫൗണ്ടർ കരീംക ഒരു ചെറിയ തട്ടുകടയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതാണിപ്പം വിജയിച്ച് ഇവിടെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഈ 1982 കരീം സ്റ്റോറി എന്നുള്ളൊരു വലിയ AC ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പോരാത്തതിന് ബാക്കി ഔട്ട്ഡോർ ഡൈനിങ് സൗകര്യം ഇവിടെയുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ ചുട്ടതെല്ലാം റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ചിക്കൻ ഷവായി, ഇപ്പുറത്തെ സൈഡിൽ ഷവർമ, ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. ഈ മുട്ടയെപ്പോലെ ഇതിനകത്ത് അടുക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടി ഗ്രേവി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രേവിക്കകത്ത് കിടന്ന് ഈ മുട്ടയപ്പം ഒരു ഫുൾ അതിനകത്ത് മുക്കി നല്ല ഇതിലത് കുക്കായി ആ ഒരു ഗ്രേവിയുടെ ഇതെല്ലാം അതിനകത്ത് നല്ല രീതിയിൽ പിടിക്കും. നല്ല ടേസ്റ്റാണ് അതപ്പം. ഇവരുടെ ഇതിൻ്റെ ഒരു സെർവിങ് പ്രസൻറ്റേഷൻ കാണാനും നല്ല രസമാണ്. ഈ ഒരു കുക്കായി വന്ന് നമ്മുടെ മുട്ടയപ്പം അതിനകത്തേക്ക് ഒരു 4 പീസ് എടുത്ത് അതിനകത്തേക്ക് നിന്ന് വെക്കും. അതിനുശേഷം ഇവരുടെ ഒരു ക്യാബേജ് സലാഡുണ്ട്, അത് കുറച്ച് ആ സൈഡിൽ വെക്കും. അതിനുശേഷം ഈ ഒരു മുട്ടയപ്പത്തിൻ്റെ മേലെയായിട്ട് കുറച്ച് മയോണൈസ് ഒഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചുട്ട ചിക്കനും അതും കൂടി വെച്ചിട്ടാണ് ഇവർ നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതി കാണാനും മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. ടേസ്റ്റ് വൈസും നല്ലൊരു ഐറ്റമാണ്. മൊത്തത്തിൽ ആ ഒരു ചിക്കൻ്റെ നല്ല പെരി അൽഫാം കൂട്ടി കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലതാണ്. അത് നല്ല ഒരു സ്പൈസി ഐറ്റമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു മയണൈസും ഒരു മൊത്തത്തിലൊരു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു കണ്ണൂർ നിന്ന് ഈ കാസർഗോഡ് വഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തളിപ്പറമ്പ് മന്നയ്ക്കുള്ള ഒരു ഹോട്ടലിൽ കയറി ഇത് ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് പോകാവുന്നതാണ്. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഗുഡ് ബൈ.